ചർമ്മത്തിന് തിളക്കവും യുവത്വവും നിലനിർത്തുന്നതിനും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം. കാരണം ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചട്നിയാണ്. വണ്ണം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഈ ചട്നി സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ടേസ്റ്റിൻ്റെ കാര്യം പറയുകയും വേണ്ട, നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നെല്ലിക്ക, ചുമന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നെല്ലിക്ക നമ്മൾ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചട്നി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 3ഓ 4ഓ ഒക്കെ നെല്ലിക്ക ഇട്ടിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡന്റുകൾ, നാരുകൾ എന്നിവയിൽ സമ്പന്നമായ നെല്ലിക്ക പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വളരെയേറെ സഹായകരമാണ്. ഉറപ്പായിട്ടും വീക്കിലി 1 ടൈം നമ്മൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കി, ഈ നെല്ലിക്ക വെച്ചിട്ട് ചട്നി ഉണ്ടാക്കി കഴിക്കണം. അപ്പം നെല്ലിക്കയുടെ അളവ് കൂട്ടിയിട്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ കുറയ്ക്കാം. അതായത് തേങ്ങയൊക്കെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ എന്താ, നമ്മളുടെ ടേസ്റ്റി ഹെൽത്തി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, ആവശ്യമില്ല. പക്ഷേ കുറച്ച് ഒഴിക്കുമ്പോൾ ടേസ്റ്റാണ്. നമ്മൾ ഹെൽത്ത് വൈസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ നെല്ലിക്ക ചട്നിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് ഇത് എന്ത് ചട്നിയാണെന്ന് നമുക്ക് മനസ്സിലാകുക കൂടിയില്ല, അത് നെല്ലിക്കയാണെന്ന് പറയുക കൂടിയില്ല കേട്ടോ. ഒരു മാങ്ങാ ചമ്മന്തിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. നെല്ലിക്ക എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുളിയൊന്നും ചേർക്കണ്ട കേട്ടോ, മുളക് പൊടി ഒന്നും ചേർക്കണ്ട. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചട്നി ഉണ്ടാക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്താ, ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചട്നി മാത്രം മതിയാകും. നമുക്ക് വയറ് നിറയെ ചോറിനാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം. നെല്ലിക്കയുടെ ഗുണഗണങ്ങൾ എത്ര പറഞ്ഞാലും മതി വരില്ല, അത്രമാത്രം ഔഷധ ഗുണമുള്ള ഒന്നാണ് നെല്ലിക്ക. മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ശരീരഭാരം കുറയ്ക്കുന്നതിനും ഈ നെല്ലിക്ക വളരെയധികം സഹായകരമാണ്. പ്രമേഹമുള്ളവർക്ക് നല്ല ആസ്വദിച്ച് തന്നെ ഈ ചട്നി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കാരണം പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ഈ ചട്നി വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ ഒരു ചട്നി ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ടേസ്റ്റായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നി ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഡെയിലി ലൈഫിൽ വല്ലപ്പോഴുമെങ്കിലും ഇതുപോലുള്ള ഹെൽത്തി സംഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.